നമസ്കാരം, ഞാൻ ബിജീഷോളു. പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷോളു മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ നമുക്ക് മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ഈ ഒരു കറണ്ട് ട്രെൻഡ് ശ്രദ്ധിക്കാം. കറണ്ട് ട്രെൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ എവിടെയാണ്? നമ്മൾ നിഫ്റ്റി ഈ ഒരു ലെവൽ ക്ലോസ് ചെയ്തപ്പോൾ നമ്മളത് സൂചിപ്പിച്ചിരുന്നതാണ് 20,200 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവല്. മുൻ ആഴ്ചയിലെ വീഡിയോസിൽ അത് സൂചിപ്പിച്ചിരുന്നതാണ്. നിഫ്റ്റിക്കയിലും നിലനിർത്തേണ്ട അടുത്തൊരു സപ്പോർട്ട് 20,200. അപ്പോൾ ആ ഒരു സപ്പോർട്ടിന്റെ മുകളിലേക്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. ഇനി ഒരു നിഫ്റ്റിയിലും അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് ഈ ഒരു റേഞ്ചിന്റെ ഇടയിലാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിനൊരു സാധ്യത, അതായത് 20,400 20,500 ഈ ഒരു റേഞ്ചിന് ഇടയിലായിരിക്കും നിഫ്റ്റിയുടെ ലോവർ ലെവല് നല്ലൊരു സപ്പോർട്ട്. ഹയർ ലെവലിലേക്ക് നിഫ്റ്റി വളരെയധികം സ്ട്രോങ് ആയിട്ടൊരു പോസിറ്റീവ് സെന്റിമെന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഹയർ ലെവൽ മാനേജ് ചെയ്യാനായിട്ട് ഇൻട്രാഡേ ലെവലിൽ മാനേജ് ചെയ്യുന്നതാണ് ബെറ്റർ. ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് നിഫ്റ്റിനെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ള എൻട്രികൾ നിങ്ങൾക്ക് കിട്ടും. റൈറ്റ് ആയിട്ടുള്ള മൂവ്മെന്റുകൾ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസമായാലും നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് നോക്കുക. നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നാണ് നിഫ്റ്റിയിലും ബൗൺസ് ചെയ്തിരിക്കുന്നത്. 20,760 കഴിഞ്ഞ ദിവസത്തെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് നൽകിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻട്രാഡേ ലെവലിൽ മാനേജ് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡിൽ റൈറ്റ് ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. എപ്പോൾ ഷോർട്ട് സെല്ല് നിലനിൽക്കണം, എപ്പോൾ ബൈ ട്രെൻഡിൽ നിലനിൽക്കണം എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ലോവർ ലെവല് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവല് ലോവർ ലെവലിലേക്ക് വരികയാണെങ്കിൽ, നിഫ്റ്റി ഇൻ കേസ് താഴത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് 20,400 ആ റേഞ്ചിന്റെ ഇടയിൽ, അതിനുശേഷം 20,200 ആ ഒരു രണ്ട് സപ്പോർട്ടുകളാണ് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ എങ്ങനെ മാനേജ് ചെയ്യാം, നമുക്ക് ഈ ഒരു ലെവല്, ഈ ഒരു ഹയർ ലെവലൊക്കെ നിഫ്റ്റിനെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. മാനേജ് ചെയ്യുമ്പോൾ ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് കാണുന്നത് 20,990. അപ്പോൾ ഇൻ കേസ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയാലും ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇൻ കേസ് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് 20,990 സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഈ ഒരു ലെവലാണ് നിലനിൽക്കുന്നതെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിൽ വന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു സപ്പോർട്ട് 20,930 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നമ്മളതിലും നൽകുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകളായാലും നമുക്ക് ഒരു എൻട്രി എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. എൻട്രി എടുക്കുമ്പോൾ ഹൈ ആക്യുറസി ലഭിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകളാണ് നമ്മൾ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ആയാലും ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്താണ് വരുന്നതെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അടുത്തൊരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. 810 820 സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ടൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ബൈര ഒരു സെന്റിമെന്റാണ്. ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ നിഫ്റ്റിയിലും 20,800 വരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവല് ലോവർ ലെവല് ഇൻട്രാഡേയിൽ കാണുന്നുണ്ട്. ഈ ഒരു ലെവലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളാണ്. ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ സപ്പോർട്ടിന്റെ ഒരു താഴെ നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഷോർട്ട് സെല്ലിനായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് 40. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് 46,000 താഴെയാണ് കാണുന്നത്. ഇപ്പോൾ ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി ഒരു താഴത്തേക്ക് വരുന്ന ഒരു സമയത്തായാലും ശ്രദ്ധിക്കുക, ഈ ഒരു ലെവലിലാണ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്
ലോവർ ലെവൽ കാണുന്നത്. അതായത് 46,000 തൊട്ട് താഴെയായിരിക്കും ആ ഒരു സപ്പോർട്ട് വരുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും മാനേജ് ചെയ്യുമ്പോൾ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സെന്റിമെന്റിലാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ, ഈ ഒരു ലെവലൊക്കെ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് വരുന്നത്. ഈ ഒരു ലെവലൊക്കെ ബാങ്ക് നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. പക്ഷെ എക്സാക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഏതാണെന്ന് അറിയാനായിട്ട് ഇൻട്രാഡേ ട്രെൻഡ് നോക്കുക, ഇൻട്രാഡേയിൽ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുക. റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കിട്ടും. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും മാനേജ് ചെയ്യുമ്പോൾ ഇപ്പോൾ 47,250 250ന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു മുകളിൽ ബൈക്ക് മാത്രം ഇമ്പോർട്ടർ നൽകുക. പക്ഷെ 250ന്റെ താഴെ നിലനിൽക്കുമ്പോൾ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ഇതിൻ്റെ ഒരു താഴെ ഓപ്പൺ ചെയ്താലും ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ താഴെ നിന്നതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും ബാങ്ക് നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലോവർ ലെവലുണ്ട്. 47,930, അതുപോലെ തന്നെ 47,030. ഈ രണ്ട് സപ്പോർട്ടുകൾ ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സപ്പോർട്ടിലാണ് ഓപ്പൺ ചെയ്യുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് 47,250, ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ബൈയുടെ ഒരു സെന്റിമെന്റാണ്. പക്ഷേ 47,930 ഇപ്പൊ ഈ ഒരു സപ്പോർട്ടാണ് ലോവർ ലെവൽ സ്ട്രോങ് സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ യൂട്ടിലൈസ് ചെയ്യാം. ബൈയുടെ ഓപ്പർച്യൂണിറ്റി തിരിച്ച് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് 47,030 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഈ രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഇടയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ബൈയുടെ ഓപ്പർച്യൂണിറ്റിയോ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.